ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കോൺഫ്ലവർ എന്ന സസ്യത്തെ പറ്റിയാണ്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം സെനറ്റെറിയ സിയാനസ് എന്നാണ്. ഇവയുടെ കുടുംബം ആശ്രാസി എന്ന കുടുംബത്തിലാണ്. കോൺഫ്ലവർ ഒരു മനോഹരമായ നീല നിറമുള്ള അലങ്കാര പുഷ്പസസ്യമാണ്. ഗോതമ്പ് വയലുകളിൽ വളർന്നതിനാൽ കോൺഫ്ലവർ എന്ന പേര് ലഭിച്ചു. നീലനിറം സാധാരണയായെങ്കിലും പിങ്ക്, വെളുപ്പ്, പർപ്പിൾ എന്നീ നിറങ്ങളിലും കാണാം. ഇവയുടെ ഉയരം 30-90 സെൻറ്റിമീറ്റർ വരെയാണ്. നീളം കൂടിയ ഇലകൾ, മൃദുവുമായ ദളങ്ങളും കൂടുതൽ നീലനിറവും കാണാം. ശീതകാലാവസാനം മുതൽ വേനൽക്കാലം വരെയാണ് ഇവയുടെ പൂക്കാലം. സൗമ്യ തണുപ്പുള്ള പ്രദേശങ്ങൾ കൂടുതൽ അനുയോജ്യം. നല്ല വെള്ളമൊഴുക്ക് ഉള്ള മണ്ണിൽ എളുപ്പം വളരുന്നു. പൂന്തോട്ടങ്ങളിലും പുഷ്പകൃഷിയിലും വ്യാപകമായി ഉപയോഗിക്കുന്നു. തേനീച്ചകൾക്ക് പ്രിയപ്പെട്ട പൂവാണ് ഇത്. അലങ്കാര ചെടിയായി പൂന്തോട്ടങ്ങളിൽ ഇവ വളർത്താറുണ്ട്. കണ്ണിൻ്റെ ക്ഷീണം കുറയ്ക്കാൻ ഉപയോഗിക്കുന്ന പരമ്പരാഗത കഷായങ്ങളിൽ ചിലപ്പോൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവയ്ക്ക് നല്ല സൂര്യപ്രകാശം ലഭിക്കണം. മിതമായ വെള്ളമൊഴുക്കേ പാടുള്ളൂ. വെള്ളം കെട്ടി നിൽക്കാത്ത മണ്ണ് അനുയോജ്യമാണ്. പഴുത്ത പൂവുകളിൽ നിന്ന് ചെറു വിത്തുകൾ മണ്ണിൽ വീഴുകയോ നട്ടുപിടിപ്പിക്കുകയോ ചെയ്യുന്നു. നല്ല മണ്ണിലും ഈർപ്പവുമുണ്ടെങ്കിൽ 5-10 ദിവസത്തിനകം മുളയ്ക്കും. ചെറു ഇലകൾ മുളച്ച് തൈയായി വളരുന്നു. വേരുകൾ ശക്തമാകുകയും ചെടി വേഗത്തിൽ ഉയരത്തിലേക്ക് വളരുകയും ചെയ്യും. ഏകദേശം 3-5 ആഴ്ചകൾക്ക് ശേഷം ചെടി 30-90 സെൻറ്റിമീറ്റർ വരെ ഉയരം കൈവരിക്കും. ഇലകളും ശാഖകളും പൂർണ്ണമായി വളരും. മുകുളങ്ങൾ രൂപപ്പെടുകയും തുടർന്ന് മനോഹരമായ നീല നിറത്തിലുള്ള പൂക്കൾ വിരിയുകയും ചെയ്യും. തേനീച്ചകളും ചിത്രശലഭങ്ങളും എത്തി പരാഗണം നടക്കും. പൂവ് ഉണങ്ങിപ്പോകുമ്പോൾ ഉള്ളിൽ പുതിയ വിത്തുകൾ രൂപപ്പെടുന്നു. വിത്തുകൾ കാറ്റിലൂടെയോ മനുഷ്യർ വഴിയോ മണ്ണിലേക്ക് എത്തുന്നു. പിന്നീട് വീണ്ടും പുതിയ ജീവിതചക്രം തുടങ്ങുന്നു. കോൺഫ്ലവർ പുഷ്പങ്ങൾ പരമ്പരാഗത വൈദ്യത്തിലും ഹെർബൽ ചികിത്സയിലും ഉപയോഗിക്കുന്ന ഒരു ഔഷധ സസ്യമാണ്. പ്രധാനമായും പൂവിൻ്റെ ദളങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. ഇവ കണ്ണിൻ്റെ ക്ഷീണത്തിനായി ഉപയോഗിക്കാറുണ്ട്. കൺപോളകളിലെ വീക്കം, കണ്ണെരിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്നു. കോൺഫ്ലവർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് കണ്ണ് കഴുകാൻ ഉപയോഗിച്ചിരുന്നു. മുഖക്കുരുവിനും ചർമ്മ വീക്കത്തിനും ചെറിയ മുറിവുകൾക്കും ഇവ ഉപയോഗിക്കാറുണ്ട്. കോൺഫ്ലവർ വെള്ളം ഫേസ് ടോണറായി ഉപയോഗിക്കുന്നു. ശരീര ചൂട് നിയന്ത്രിക്കാനും കണ്ണിൻ്റെ ക്ഷീണത്തിനും കൺപോളകളിലെ വീക്കത്തിനും കണ്ണെരിച്ചിൽ കുറയ്ക്കാനും ഇവ സഹായിക്കുന്നു. കോൺഫ്ലവർ വെള്ളത്തിൽ തിളപ്പിച്ച് തണുപ്പിച്ച് കണ്ണ് കഴുകാൻ ഉപയോഗിച്ചിരുന്നു. മുഖക്കുരുവിനും ചർമ്മ വീക്കത്തിനും ചെറിയ മുറിവുകൾക്കും ഇവ ഉപയോഗിക്കുന്നു. കോൺഫ്ലവർ വെള്ളം ഫേസ് ടോണറായി ഉപയോഗിക്കുന്നു. ശരീര ചൂട് കുറയ്ക്കാനും ദാഹം ശമിപ്പിക്കാനും ഇവ ഉപയോഗിക്കുന്നു. പൂക്കളിൽ നിന്ന് തയ്യാറാക്കുന്ന ഹെർബൽ ടീ ഉപയോഗിക്കുന്നു. ചുമ, ജലദോഷം തുടങ്ങിയവയ്ക്കും ഇത് ആരോഗ്യകരമാണ്. ചൂട് കഷായം തൊണ്ടയ്ക്ക് ശാന്തി നൽകും. ലഘുവായ ഡിയോർട്ടിക് ആയി ഇവ പ്രവർത്തിക്കുന്നു. ഉണക്കിയ പൂതളങ്ങൾ ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. ചൂടുവെള്ളം 1 കപ്പ്
ഉപയോഗിക്കാം. 5-7 മിനിറ്റ് മുക്കി വെച്ച് അരിച്ച് കുടിക്കാം. ദിവസത്തിൽ 1 കപ്പ് ആണ് ഉപയോഗിക്കേണ്ടത്. ഗർഭിണികൾ ഡോക്ടറുടെ ഉപദേശം കൂടാതെ ഉപയോഗിക്കരുത്. അമിതമായി ഉപയോഗിച്ചാൽ വയറിളക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കുട്ടികൾക്ക് ചെറിയ അളവിൽ മാത്രം ഉപയോഗിക്കാം. കോൺഫ്ലവർ കണ്ണ്, ചർമ്മം, ശരീര ചൂട് കുറയ്ക്കൽ, ശ്വാസകോശ ആരോഗ്യ സംരക്ഷണം എന്നിവയ്ക്ക് ഉപകാരപ്രദമായ ഒരു ഔഷധ പുഷ്പമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ.